ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ, അതായത് OCയുടെ ഡെലിവറി വീഡിയോ. അത് പേളിമാണിയുടെ ഡെലിവറിക്ക് ശേഷം യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ച ഒരുപാട് പേരുടെ ചിന്താഗതി മാറ്റിമറിച്ച ഒരു പ്രസവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരുടെ അഭിപ്രായം മാറ്റിമറിച്ച ഒരു പ്രസവ വീഡിയോ ആണ് നമ്മുടെ OCയുടെ പ്രസവ വീഡിയോ. അത് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ എത്തുകയും ചെയ്തു. ബാഡ് കമൻസ് ഒരുപാട് വന്നെങ്കിലും പക്ഷേ അത് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ഒരാൾ ദിയ കൃഷ്ണയ്ക്കെതിരെ ഒരു കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഇതെന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ദിയ കൃഷ്ണ വേദന അഭിനയിച്ചതാണെന്നാണ് പറയുന്നത്. എപ്പിഡ്യൂറൽ എടുത്തിട്ടും വേദന ഇത്രയും കഠിനമായിട്ടുള്ള വേദന ദിയ അഭിനയിച്ച് കാണിച്ചതാണ്. കാരണം ഈ ഡെലിവറി പോലും ഓൾറെഡി റീച്ചിന് വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഞാനതൊന്ന് വായിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ ന്യൂസ് അല്ല, ഇത് ഒറിജിനൽ ന്യൂസ് തന്നെയാണ്. എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എടുത്താൽ പ്രസവ വേദന അറിയില്ലേ? അതൊരു ചോദ്യമാണ് അവരുടെ. ദിയ നാടകം കളിച്ചു, അനുഭവിച്ചവർക്ക് അറിയാം എന്നുള്ള ഒരു ടാഗിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ഞാനത് ഫുൾ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ എപ്പിഡ്യൂറൽ ഞാൻ പ്രസവിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പം ഈ ഡെലിവറി ചെയ്തവരും എപ്പിഡ്യൂറൽ എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ആ കാര്യത്തിലോട്ട് കിടക്കാം. സോഷ്യൽ മീഡിയ ആണ് ദിയ, അറിയാലോ, കൃഷ്ണകുമാറിൻ്റെ മകൾ. ദിയയുടെ പ്രസവം ചിത്രീകരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ട്രെൻഡിങ് ആയി തുടരുകയാണ്. 81 ലക്ഷം പേരാണ് കേട്ടോ ആ വീഡിയോ കണ്ടത്. വെറുമൊരു വീഡിയോ എന്നതിലുപരി ആരോഗ്യരംഗത്ത് വലിയ ചർച്ചകൾക്ക് ദിയ കൃഷ്ണയുടെ പ്രസവം കാരണമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ ചിന്താഗതി മാറ്റിമറിച്ച ഒരു പ്രസവമായിരുന്നു ദിയ കൃഷ്ണയുടേത്. അതിന് കാരണം ദിയയുടെ പ്രസവ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ലേബർ റൂമിനകത്ത് ഉണ്ടായിരുന്നു. പ്രതിദിനം 12,000 രൂപ വാടക വരുന്ന ലേബർ സ്യൂട്ട് റൂമിലാണ് ദിയ പ്രസവിച്ചത്. അതായത് നമ്മൾക്കിഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ലേബർ റൂമിൽ നിൽക്കാൻ തരത്തിൽ കിംസ് ഹോസ്പിറ്റലിലെ ലേബർ സ്യൂട്ട് റൂമിലാണ് ദിയ പ്രസവിച്ചത്. 12,000 രൂപയാണ് അതിൻ്റെ റെൻറ്റ്. അപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാം. ദിയയുടെ ഭർത്താവ് അശ്വിൻ, പിതാവ് കൃഷ്ണകുമാർ, അമ്മ സിന്ധു കൃഷ്ണ, 3 സഹോദരിമാർ എന്നിവർ ദിയയ്ക്ക് ആശ്വാസമേകി ഒപ്പമുണ്ടായിരുന്നു. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വന്ന ഒരു ന്യൂസാണ്. അപ്പോൾ അത് ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഒരു ഗർഭിണിക്ക് പ്രസവ സമയത്ത് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം ആശ്വാസം പകരുമെന്ന് തിരിച്ചറിവ് നൽകാൻ ദിയയുടെ വീഡിയോയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത്. അത് ഉറപ്പായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. ഗർഭിണികൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പ്രസവമുറിയിൽ ഇത്രയും പേരെ പ്രവേശിപ്പിക്കുന്നത് അണുബാധയ്ക്ക് കാരണമായേക്കും എന്ന് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെടുമ്പോഴും ദിയയുടെ വീഡിയോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പതിവുള്ളതുപോലെ നെഗറ്റീവ് കമൻറ്റുകളും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ. എന്തൊരു കാര്യത്തിനായിരുന്നാലും നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത്. അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. പ്രസവ വേദന കുറയ്ക്കാനുള്ള എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്തിരുന്നുവെന്നും അതിനാൽ വീഡിയോയിൽ ദിയ അഭിനയിക്കുകയായിരുന്നുവെന്നുമാണ് രഞ്ജിത രാജ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ദിയ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, എപ്പിഡ്യൂറൽ എടുത്തിട്ട് ഇങ്ങനെയാണോ പെയിന്. അപ്പോൾ അവർ പറയുന്ന രഞ്ജിത എന്ന് പറയുന്ന ആൾ പറയുന്നത് എപ്പിഡ്യൂറൽ എടുത്താൽ ഇങ്ങനെ പുഷ്പം പോലെ ഒരു കോഴി മുട്ട ഇടുന്ന പോലെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാമെന്നാണ് രഞ്ജിത എന്ന് പറയുന്ന ഒരു മാഡം അവരുടെ ഫേസ്ബുക്ക് വഴി പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പ്രൊഫൈലിൽ വന്ന വിമർശനം. പ്രശസ്തിക്ക് വേണ്ടിയാണ് ദിയ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അതായത് പേളിമാണിയുടെ ഡെലിവറിക്ക് ശേഷം തൻ്റെ പ്രസവമായിരിക്കണം യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ വരേണ്ടതെന്ന് ദിയ നേരത്തെ തീരുമാനിച്ച് സ്ക്രിപ്റ്റഡ് ആയിട്ട് അഭിനയിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ എപ്പിഡ്യൂറൽ എടുത്തിട്ട് ഭയങ്കര വേദനയാണെന്ന് അഭിനയിച്ചതെന്നാണ് ഈ വ്യക്തി പറയുന്നത്.
ദിയയുടെ പ്രസവ വീഡിയോ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്ന് രഞ്ജിത രാജ് പറയുന്നത്. പ്രസവ വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്ത ശേഷമാണ് ദിയ പ്രസവിച്ചത്. ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ താരകുടുംബം വേദന അഭിനയിച്ചു കാണിക്കുകയായിരുന്നു. പ്രശസ്തി നേടാനും വ്ളോഗിംഗ് ചാനൽ വിജയിപ്പിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പേളിമാണിന്റെ പ്രസവ വീഡിയോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. അതായത് എപ്പിഡ്യൂറൽ എടുത്ത കാര്യം ഞാൻ ആ ദിയയുടെ പ്രസവ വീഡിയോ കണ്ടു. അതിൽ ദിയ എവിടെയോ എപ്പിഡ്യൂറൽ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ദിയ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ടും ദിയ ഇത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രസവം നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ ഇത് വിശ്വസിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും, അതായത് പ്രസവത്തിനെ പറ്റി ABCD അറിയില്ലാത്തവർക്ക് ഈ വേദന കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് തെറ്റിദ്ധരിക്കുക അവർ. അടുത്ത, ദിയയുടെ അഭിനയം മോശമായിരുന്നു. ഈ വീഡിയോ സമൂഹത്തിന് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് രഞ്ജിതയുടെ മറ്റൊരു പ്രധാന വിമർശനം. പ്രസവം ഒരു ഭീകരമായ സംഭവമാണെന്ന ഭയം ഇത് ആളുകളിൽ ഉണ്ടാക്കുന്നു. തൻ്റെ അമ്മയും പ്രസവ വേദനയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തനിക്ക് പ്രസവം പേടിപ്പെടുത്തുന്ന ഒന്നായി തോന്നിയിരുന്നില്ലെന്നും രഞ്ജിത പറയുന്നു. എന്നാൽ സ്വന്തം പ്രസവ സമയത്താണ് വേദന കുറയ്ക്കുന്നതിനുള്ള എപ്പിഡ്യൂറൽ അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞതും അത് ഉപയോഗിച്ചതും. എല്ല് നുറങ്ങുന്നത് പോലെയുള്ള വേദന ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും വേദന സഹിച്ചാലേ കുഞ്ഞിനോട് സ്നേഹമുണ്ടാകൂ എന്നുള്ള പഴഞ്ചൻ ചിന്തകൾ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൻ്റെ വളർച്ച പ്രയോജനപ്പെടുത്തുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ രഞ്ജിതയുടെ ഈ കുറിപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നിരവധി പേരാണ് ദിയയെ പിന്തുണച്ച് രഞ്ജിതയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. നിഷ ശ്രീജിത്ത് എന്ന് കമൻറ്റിൽ പറയുന്നത് ഇങ്ങനെ: 10 പേര് നേരെ നിൽക്കുന്നിടത്ത് ഒരാൾ തിരിഞ്ഞു നിൽക്കും, സ്വാഭാവികം. ആ പെൺകുട്ടി ആക്ടിംഗ് അല്ല, അത് പ്രസവിച്ചവർക്കറിയാം. ഒരാൾ അതിനെതിരെ കമൻ്റ് ഇട്ടതാണ് കേട്ടോ ഇത്. വേദനരഹിത ഇഞ്ചക്ഷൻ എടുത്താൽ കോഴി മുട്ടയിടുന്നത് പോലെ പ്രസവിക്കാമെന്നാവും ചിലർ കരുതുന്നത്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്താലും 80% പ്രസവവേദന സഹിക്കണം. ഒരു 20% ആശ്വാസം കിട്ടും. കുഞ്ഞ് പുഷ് ചെയ്യുമ്പോൾ ഉള്ള വേദന എന്ത് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്താലും ആ പെയിൻ സഹിച്ച് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ദിയ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അവർ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തതായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ വേദന തുടങ്ങിയപ്പോൾ സിന്ധു അമ്മയും പറയുന്നുണ്ട് മോണിറ്ററിൽ നല്ല പോലെ വേദന കാണുന്നുണ്ട്, പക്ഷേ അത്രയ്ക്ക് അറിയാത്തത് എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ടാണ്. അവരത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല എന്നാണ് മറ്റൊരു കമൻറ്റ്. അത് സത്യം തന്നെയാണ്, അവരത് മറച്ചു വെച്ചിട്ടില്ല. ആ വീഡിയോയിൽ ദിയയും പറയുന്നുണ്ട്, ദിയയുടെ അമ്മയും പറയുന്നുണ്ട്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യയ്ക്ക് യാതൊരു പാർശ്വഫലവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചെറിയ തലവേദന, BP കുറയുക പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ഡോക്ടർമാർക്ക് തന്നെ പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അതിനെപ്പറ്റി. കാരണം ഇത്രയും ഒരു കുഞ്ഞ് ഒരു പ്യുവറായിട്ടുള്ള എന്താ പറയുക അതിന്, ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പിറവി എടുക്കുക എന്ന് പറയുന്നത്, അതിനെയും ഇത്ര ലാഘവത്തോടെ കാണുന്നവരാണ് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയല്ലേ മനുഷ്യർ. ഒരു സ്ത്രീ ഇത്രയും വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിലും ആ സ്ത്രീകൾ തന്നെ കുറ്റം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പറയുന്നത് ശരിയാണ്, സ്ത്രീകൾ തന്നെയാണ് എതിര്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ദിയ അഭിനയിച്ചതാണെന്ന് അവർ പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് എന്തായിരുന്നാലും തോന്നുന്നില്ല ദിയ അഭിനയിച്ചതാണ്, സ്ക്രിപ്റ്റ് ചെയ്തതാണെന്നൊന്നും. അഥവാ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന രീതിയിൽ എടുക്കണമെന്ന് അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വേദനയൊക്കെ ഇങ്ങനെ അഭിനയിച്ചതാണെന്ന് പറയാൻ തക്ക വണ്ണമുള്ള മന്ദബുദ്ധിയൊന്നും അല്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.